ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെയാണ്. ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പാലക്കാടിനൊപ്പം ചേലക്കരയും പോരും എന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം LDFിലും സജീവമാണ്. പാലക്കാട് വിജയം പ്രവചിച്ച് സോഷ്യൽ മീഡിയകളിൽ BJP ആഘോഷവും തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ കൂട്ടി സിറ്റിംഗ് സീറ്റിൽ വിജയം ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണി. അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. ചേലക്കര കൈവിട്ടാൽ സർക്കാരും CPMഉം പ്രതിരോധത്തിലാവുകയും ചെയ്യും. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം ശ്രീജിത്താണ് പാലക്കാട് നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് പെട്ടിയിലായി ഒരുപാട് ദിവസങ്ങൾക്കകം തന്നെ ഫലം അറിയാമെന്നുള്ളതാണ്. എന്താണ് ഈ കൂട്ടിക്കിഴിക്കലുകളുടെ ദിവസങ്ങൾ, മണിക്കൂറുകളാണല്ലോ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്താണ് ഒടുവിലത്തെ ചിത്രം? അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും പാലക്കാടാണ് ഏറ്റവും വലിയ കൗതുകമായി അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. കൂട്ടിക്കിഴിക്കലുകൾ എല്ലാ മുന്നണികളും സ്വന്തം നിലയ്ക്ക് നടത്തുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായ ഒരു കണക്ക് പുറത്തുവിടാറുണ്ട്, എത്ര ശതമാനമാണ് ഓരോ ബൂത്തിലും പോളിംഗ് നടന്നത് എങ്ങനെയെന്നൊക്കെയുള്ളത്. പക്ഷെ അത് പുറത്തു വരാതെ വന്നതോടെയാണ് സ്വന്തം നിലയിൽ ഓരോ മുന്നണികളും കണക്കുകൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം വന്നത്. പ്രത്യേകിച്ച് ആദ്യം BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറിയത്. അതായത് കോൺഗ്രസ് അവിടെ മൂന്നാമത് പോകുമെന്നും BJP ഒന്നാമതെത്തും എന്നും. ആ ഒരു സുരേന്ദ്രന്റെ ആത്മവിശ്വാസം അക്ഷരാർത്ഥത്തിൽ UDF ക്യാമ്പിന് അല്പം അങ്കലാപ്പിലായിരുന്നു. നഗരസഭയിൽ വോട്ട് കൂടി എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു BJP ചൂണ്ടിക്കാണിച്ചത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വലിയ രീതിയിൽ വോട്ട് കൂടി എന്നുള്ളത്. പക്ഷേ പിന്നീട് അന്ന് രാത്രി മുഴുവൻ ബൂത്തുകളിൽ നിന്നുള്ള കണക്ക് എന്ന നിലയിൽ UDF അവതരിപ്പിച്ചത് മറ്റൊരു കണക്കാണ്. അത് നഗരസഭയിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളതും മറ്റു പലയിടത്തും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ് വോട്ട് കുറഞ്ഞത് എന്ന ഒരു മറുപടി പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുന്ന കാഴ്ചയാണുള്ളത്. എന്തായാലും LDFും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പിരായിരി, മാത്തൂരിലും കണ്ണാടിയിലും വലിയ മുന്നേറ്റം, ഏതാണ്ട് 4500ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു. പിരായിരിയിൽ UDF പിന്നോട്ട് പോകുമെന്നും LDFും ഒരു പരിധിവരെ, അതായത് BJP കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് ഇത് ആകെ കുഴഞ്ഞൊരു കണക്കുകൂട്ടലായി മാറുന്നത്. സ്വന്തം കണക്കാണ് ശരിയെന്ന് എല്ലാ മുന്നണികളും വാദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്ത് വൈസുള്ള ഒരു കണക്ക് പുറത്ത് വിടാതെയും ഇരുന്നു എന്നുള്ളതാണ്, ഇതുവരെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു വളരെ വ്യക്തമായ കൃത്യമായ കണക്കുകൂട്ടലിലേക്ക് എത്താൻ മുന്നണികൾക്ക് കഴിയാത്തൊരു സാഹചര്യമുള്ളത്. എല്ലാവരും സ്വന്തം പാർട്ടിയുടെ ബൂത്തിൽ നിന്നുള്ള കണക്ക് എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന കണക്കിൽ ഏതോ ഒരു കണക്കിൽ പിഴവുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. എന്തായാലും പൊതുവെ ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുള്ള ഒരു വോട്ട് ശതമാനം, വയനാട്ടിലടക്കം കുറഞ്ഞിട്ടുള്ള ഒരു വോട്ട് ശതമാനം പോലെ പാലക്കാടും ഏതാണ്ട് 3-4% വരെ വോട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാ മുന്നണികളും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് ആരുടെ വോട്ടാണ് കുറഞ്ഞത്, എവിടെയാണ് കുറഞ്ഞത്, ആരോടാണ് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നത്, ആരുടെ പ്രതീക്ഷകളാണ് ഇല്ലാതാകുന്നത്, ഇതൊക്കെ അറിയാൻ നാളെ ഏറ്റവും കുറഞ്ഞത് രാവിലെ ഒരു 9-9:30 മണി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. നഗര വോട്ടുകളിൽ ഏതാണ്ട് 10,000 വരെ ഭൂരിപക്ഷമുണ്ട്. ഏതാണ്ട് 103-104 ബൂത്ത് വരെ നഗരത്തിലെ ബൂത്തുകളാണ്. 180 ബൂത്തുകളിൽ ഭൂരിപക്ഷവും നഗരത്തിലെ വോട്ടുകളാണ്. അവിടെയും BJPയുടെ ശക്തി കേന്ദ്രവും അതല്ലാതുള്ള ശക്തി കേന്ദ്രങ്ങളും ഒക്കെയുണ്ട്. ഇതിങ്ങനെ എണ്ണിപ്പോകുമ്പോൾ BJPക്ക് വലിയൊരു ഭൂരിപക്ഷം, നേരത്തെ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു 9,000 അല്ലെങ്കിൽ 10,000 ഭൂരിപക്ഷം ഇല്ല എങ്കിൽ BJPയുടെ പ്രതീക്ഷകൾ പിന്നെ അസ്ഥാനത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ UDFന് പ്രതീക്ഷിക്കാനും ഇടതുമുന്നണിക്കടക്കം പ്രതീക്ഷിക്കാനുമുള്ള ഘടകങ്ങൾ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. എന്തായാലും സസ്പെൻസ് നിറഞ്ഞ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഫലമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ ആദ്യത്തെ ഒരു 2-3 റൗണ്ട് കഴിയുന്നതോടുകൂടി തന്നെ എന്താണ് പാലക്കാടിന്റെ ചിത്രം എന്നുള്ള സൂചനകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അശ്വതി, ശ്രീജിത്ത്, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കൗതുകം, ശ്രീജിത്ത് ആദ്യം പറഞ്ഞ ആ വാക്ക് തന്നെയാണ് യോജിക്കുന്നത്. കാരണം തുടക്കം മുതലേ ഓരോ വിഷയങ്ങൾ, ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ജനങ്ങളിലേക്ക് അത് എങ്ങനെ എത്തി എന്നുള്ളതാണ്. ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധമാണ് കേരളം എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. മുന്നണി വിട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി വരെ എത്തിയ പാലക്കാട് ഏതൊക്കെ രീതിയിൽ അത് വോട്ടാകും എന്നുള്ളത് കൂടി ചർച്ചയാകുന്നില്ല അവിടെ.
തീർച്ചയായും അശ്വതി, അവിടെയും ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം അത്രയധികം വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ പ്രത്യേകത. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം അതിശക്തമായി പറഞ്ഞു. അത് മൂന്ന് മുന്നണികൾക്കും അത്രത്തോളം ശക്തമായ സ്പേസ് കിട്ടി പറയാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP പോലും അതിശക്തമായി അവരുടെ രാഷ്ട്രീയം പറയുന്നു. മുനമ്പം പോലെ ജനങ്ങളെ ബാധിക്കുന്ന, മുനമ്പത്താണ് നടക്കുന്നതിൽ പോലും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ ചിന്തകൾ വരുന്ന പല വിഷയങ്ങളും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കർഷകരുടെ ഭൂമിയാണ് പാലക്കാട്. അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ UDF-നും കഴിഞ്ഞിട്ടുണ്ട്. ട്രാക്ടർ റാലി പോലെയുള്ളവ അതിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെല്ലാം നിൽക്കുമ്പോഴാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാണ് സ്വാഭാവികമായൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് BJP-യും കോൺഗ്രസും അവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അത് ആർക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിന്നീട് സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായ രാഹുലിനോട് കോൺഗ്രസിനുള്ള എതിർപ്പുകൾ ഏതാണ്ട് മാറി വന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലും അടിത്തട്ടിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ? C കൃഷ്ണകുമാറിനെതിരെ പല വികാരങ്ങളും BJP പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ പല ഭിന്നതകളും ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ബാധിക്കും? ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പാലക്കാട്. ഏതൊക്കെ ഫാക്ടറുകളാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും വന്ന് ആ ബൂത്ത് തലത്തിലുള്ള റിസൾട്ട് കൂടി വന്നാൽ മാത്രമേ നമുക്ക് അവലോകനം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം വെറും കണക്കുകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മുന്നണികൾ അവതരിപ്പിക്കുന്ന കണക്കുകളിലും അത്രത്തോളം നമുക്ക് പൂർണ്ണമായും ഏതെങ്കിലും ഒരു മുന്നണിയെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷവും അല്ല ഉള്ളത്. അശ്വതി. ശരി, ശ്രീജിത്താണ് പാലക്കാടിന്റെ കൂട്ടിക്കിഴിക്കലുകളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക്